ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന വിലപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ രാത്രിയിലും ഈ പ്രഭാത സമയത്തും ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ശക്തിയാലും വിടുതലിനാലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. ഈ രാത്രിയിലും നാം വളരെ പ്രാർത്ഥനയോടെ ദൈവപാദാന്തികമായിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും ദൈവം നമ്മോട് സംസാരിക്കും. മാത്രവുമല്ല, അവൻ നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നീറുന്ന പ്രശ്നമാകട്ടെ, ശാരീരിക ക്ലേശങ്ങളാകട്ടെ, മാനസികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, ഏതു പ്രശ്നത്തിനും ദൈവസന്നിധിയിൽ പരിഹാരമുണ്ട്. ഈ രാത്രികാലം വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ നമുക്ക് ദൈവപാദാന്തികയിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ അവൻ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. അവൻ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ഉൾപ്പെട്ട ദാസൻ പാസ്റ്റർ ജ്ഞാനദാസ് തന്നെ കാഞ്ഞിരംകുളം എട്ടുകുറ്റി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം വിഴിഞ്ഞത്തും പ്രാവച്ചമ്പലവും ഒക്കെയുള്ള ദൈവസഭകളിൽ, ട്രിവാൻഡ്രത്തിൻ്റെ പല ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ദൈവസഭകളിലും ശുശ്രൂഷകനായ സേവനമനുഷ്ഠിപ്പാൻ ദൈവം തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയും ബഹുമാനിയ കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷകളായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനെ ഓർത്ത്, സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകാൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുൻപ് ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവിക വേലയിൽ പ്രവേശിച്ച കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഞാൻ ഒരു ഭാഗ്യ പദവിയായി കാണുന്നു. പകൽക്കാലം ദൈവിക പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം ദാനം ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. തുടർന്ന് നാം വിവിധ ഇടങ്ങളിലായിരുന്നു. ഈ രാത്രികാലവും ദൈവിക പാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം ദാനം ചെയ്തു. നിങ്ങൾ ഈ രാത്രികാലം വളരെ പ്രാർത്ഥനയോട്, താല്പര്യത്തോട് ദൈവിക പാദപീഠത്തിലായിരിക്കാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ശാരീരികമായി അല്പ ക്ഷീണമൊക്കെ ഉണ്ട്. കാരണം 40 ദിവസം ഉപവാസം ഈ കഴിഞ്ഞ ആഴ്ച തീർന്നതേ ഉള്ളൂ. ഈ 40 ദിവസം ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം ദാനം ചെയ്തു. ഒത്തിരി 21 ദിവസം ഉപവസിച്ചെങ്കിലും 40 ദിവസം ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉപവസിപ്പാൻ ദൈവം അവസരം ദാനം ചെയ്തത്. ഏകദേശം ഒരു 10-18 ദിവസം പകലും രാത്രിയും ഞാൻ തന്നെ ശുശ്രൂഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് ശബ്ദത്തിനൊക്കെ അല്പം പോരായ്മയുണ്ടെങ്കിലും ഈ രാത്രികാലം നമ്മെ ശക്തീകരിക്കുന്ന, വിടുവിക്കുന്ന ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിശ്ചയമായി ഉണ്ട്. വളരെ പ്രാർത്ഥനയോട്, താല്പര്യത്തോട് ദൈവിക പാദപീഠത്തിലായിരിക്കാം. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായ ദൈവിക ആലോചനകൾ കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ശ്രവിപ്പാനിടയായി തീർന്നു.
ഈ രാത്രികാലവും രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമില്ല. ആകയാൽ ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന് സകല പ്രതികൂലങ്ങളെയും ദൂരീകരിക്കുന്ന, സകല പ്രതിബന്ധങ്ങളെയും ദൂരീകരിക്കുന്ന ദൈവാത്മാവിൻ്റെ അമിതമായ സാന്നിധ്യം ഈ രാത്രികാലം നമ്മുടെ മേൽ പകരപ്പെടുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുമാറാകണം. പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് ഞങ്ങളെ മറയ്ക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമിതമായ സാന്നിധ്യം അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന സകല ജനത്തിന്മേലും ദൈവാത്മാവെ അവിടെ നിന്ന് വ്യാപരിപ്പിക്കുമാറാകണമേ. വായിച്ചു കേട്ട ദൈവവചനത്തെ അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുമാറാകണം. ഈ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ വിടുതലായി പരിണമിക്കട്ടെ, നന്മയായി പരിണമിക്കട്ടെ, അനുഗ്രഹമായി പരിണമിക്കട്ടെ, സകല വ്യക്തികളുടെയും വിടുതലായി പരിണമിക്കട്ടെ. അതിനെ തടയുന്ന ഇരുളിൻ്റെ സകല വ്യാപാര മണ്ഡലങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പൂർണ്ണമായി തകർത്തുടയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ ദൈവം കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വായിച്ച വേദവാക്യം ഇങ്ങനെയാണ്: നമുക്ക് വേണ്ടി ആർ ഈ കല്ല് ഉരുട്ടിക്കളയും. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായി കടന്നു വന്ന യേശു തൻ്റെ ആത്മാർത്ഥ ശിഷ്യന്മാരുമായി അനേക ഇടങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്ത് മുൻപോട്ട് ജീവിതം നയിക്കുമ്പോൾ വിശ്വസ്തനായി കണ്ട പല ശിഷ്യന്മാരും അവിശ്വസ്തരായി തീർന്ന ചരിത്രം ദൈവവചനത്തിൽ ശ്രദ്ധിപ്പാനിടയായി തീരുന്നു. വിശ്വസ്തനായി യേശു കണ്ട് പണസഞ്ചി ഏൽപ്പിച്ച യൂദ യേശുവിനോടൊപ്പം സഞ്ചരിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചിലവിടുമ്പോൾ ഈ വെറും ചിലവ് എന്തിനെന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തിയ വ്യക്തി യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത ആ പ്രിയ ശിഷ്യൻ ഒരു സൈഡിൽ, മറുസൈഡിൽ ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ്, യേശു അവന്റെ ഈ മുഖത്തു നോക്കി അവനോട് പറയുന്നു, കോഴി 2 വട്ടം കൂകുന്നതിന് മുൻപ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പത്രോസിന്റെ മുഖത്തു നോക്കി സത്യം വിളിച്ചു പറഞ്ഞ യേശു. പ്രൈസ് ദി ലോർഡ്. ഒന്നു മാറി അനേക രാജാക്കന്മാർ യേശുവിനെ വിസ്തരിച്ചു.
പീലാത്തോസ് പല പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, മരണകരമായി വിധിക്കാൻ ഒരു പോരായ്മയും യേശുവിൽ കാണുന്നില്ല എന്ന് പീലാത്തോസ് വിളിച്ചു പറഞ്ഞു. യേശുവിനെ എങ്ങനെയെങ്കിലും ക്രൂശിൽ തറച്ച് കൊല്ലാതിരിപ്പാൻ വേണ്ടി പീലാത്തോസ് പറയുന്നു, ഉത്സവം തോറും ഒരു വ്യക്തിയെ വിട്ടുതരാറുണ്ടല്ലോ, എന്നാൽ ഈ യേശുവിനെ വിട്ടുതരുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് അന്തർഭാഗത്ത് രഹസ്യമായി പറഞ്ഞിട്ട് പുരുഷാരത്തോട് പീലാത്തോസ് വിളിച്ചു ചോദിക്കുന്നു, ആരെ നിങ്ങൾക്ക് വിട്ടുതരണം? കുലപാതകനായ ബറബാസിനെ വേണമോ, നീതിമാനായ യേശുവിനെ വേണമോ? ജനം ഉച്ചത്തിൽ ഒരേ സ്വരത്തോടെ പ്രഖ്യാപിച്ചു, കൊലയാളിയായ ബറബാസിനെ വിട്ടുതന്നാൽ മതി. പീലാത്തോസ് വീണ്ടും ചോദിക്കുന്നു, എന്നാൽ ഈ യേശുവിനെ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ജനം ഒന്നടങ്കം വിളിച്ചു പറയുന്നു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. പീലാത്തോസ് പറയുന്നു, മരണകരമായി യാതൊരു ദോഷവും ഞാൻ യേശുവിൽ കാണുന്നില്ല. ഹല്ലേലൂയ. അവർ ഉച്ചത്തിൽ പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിന്റെ വില ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും അനുഭവിക്കേണ്ടി വന്നാലും പ്രശ്നമല്ല, യേശുവിനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ച പുരുഷാരത്തിന്റെ ശബ്ദ കോലാഹലം നിമിത്തം പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ച് യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണനെ വെടിഞ്ഞു. ഈ യേശുവിന്റെ ശവശരീരത്തെ അരിമത്തിയിൽ യോസഫ് തനിക്ക് സ്വന്തം ഒരു കല്ലറ പണിയിപ്പിച്ച് ആ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. ഇതിന് ദൃക്സാക്ഷികളായ 3 പേരെയാണ് ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നത്. വായിക്കാം. ഇവിടെ ഈ 3 സഹോദരിമാർ യേശുവിന്റെ ശരീരത്തിൽ പൂശേണ്ടുന്ന സുഗന്ധവർഗവുമായി ആദികാലത്ത് യേശുവിന്റെ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു പോകുന്നു. ഇതിൽ ഒരു വ്യക്തിയാണ് മഗ്ദലക്കാരത്തി മറിയ. ഈ മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് ദൈവവചനം ചിന്തിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നത്, ഒരിക്കലും ദൈവിക പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ മഗ്ദലക്കാരത്തി മറിയ. കാരണം യേശു ശീമോന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ
പുറകിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. യേശുവിനെ ക്ഷണിച്ച ശീമോൻ സാമാന്യ മര്യാദ കാണിക്കാതിരിക്കുമ്പോൾ ഈ പാപിനിയായി ലോകം വിധി എഴുതിയ ഈ മദ്ദലക്കാരത്തി മറിയ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന നിമിഷം മുതൽ അവൾ കരഞ്ഞു. എന്തുകൊണ്ട്? യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഇവളുടെ ഉള്ളറയിൽ ഒരു പാപബോധം കടന്നു വരുവാനിടയായി. ഈ പാപബോധം കടന്നു വന്നപ്പോൾ അവൾ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ പാദം നനച്ചു. തന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദം തുടച്ചു. ശീമോൻ യേശുവിനെ അവന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചത് അബദ്ധമായി പോയി എന്ന് തന്റെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ യേശു ശീമോനെ നോക്കി, ശീമോനെ, എനിക്ക് നിന്നോടൊന്ന് പറവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശീമോൻ ഹൃദയത്തിൽ ചിന്തിച്ചത് യേശു ഗ്രഹിച്ചിട്ട് യേശു അവനോടൊരു ചോദ്യം ചോദിച്ചു. ഒരു പട്ടണത്തിൽ 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഈ 2 പേരും ഒരു യജമാന് കടംപെട്ടിരുന്നു. ഒന്ന് 500 വെള്ളിക്കാശും മറ്റത് 50 വെള്ളിക്കാശും. ഈ 2 ആരാണ് യജമാനനെ അധികം സ്നേഹിക്കുന്നത്? ശീമോൻ വിളിച്ചു പറഞ്ഞു, യജമാനനെ അധികം ഇളച്ചു കിട്ടിയവനാണ് യജമാനനെ അധികം സ്നേഹിക്കുന്നത്. യേശു തിരിഞ്ഞു, ഈ സ്ത്രീയെ നോക്കൂ, ഇവളുടെ ഈ അനേകവിധമാകുന്ന പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവളെ നോക്കി. മാത്രമല്ല, ഈ 16-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ തന്നെ കാണാനിടയായി തീരുന്നത് 7 ഭൂതം ബാധിച്ച വ്യക്തിയായിരുന്നു ഈ മറിയ. ഈ ഭൂതാത്മാക്കളെ അവളിൽ നിന്ന് ശാസിച്ച് പുറത്താക്കിയത് കൊണ്ട് അധികമായി യേശുവിന് ബഹുമാനം കൊടുത്ത് ജീവിച്ച വ്യക്തിയാണ് ഈ മറിയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ യേശുവിന്റെ ശരീരത്തെ പൂശാൻ സുഗന്ധവർഗവും ശേഖരിച്ച് ഈ മൂവരും അതികാലത്തെ ഭവനത്തിൽ നിന്നിറങ്ങിയപ്പോൾ പ്രതികൂലമായ ഒരു ചിന്തയും വന്നില്ല. പക്ഷേ യാത്ര മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഇവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇവരുടെ യാത്രയെ തടസ്സം ചെയ്യാൻ ശത്രുവാകുന്നവൻ ഒരു പ്രതികൂല ചിന്ത കൊണ്ടുവന്നു. എന്താണ് ആ പ്രതികൂല ചിന്ത? കഴിഞ്ഞ ദിവസം യേശുവിനെ കല്ലറയുടെ അകത്ത് വയ്ക്കുമ്പോൾ ആ കല്ലറയുടെ വാതിൽക്കൽ ആർക്കും ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്തവണ്ണം ഒരു വലിയ കല്ല് യേശുവിന്റെ ശവകുടീരത്തിന്റെ വാതിൽക്കൽ എടുത്തു വച്ചിട്ടുണ്ട്. നാം പോയാൽ ഹല്ലേലൂയ, നമ്മുടെ ആഗ്രഹം സാധിക്കാതെ നമ്മൾ മടങ്ങി വരേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കല്ല് ഒരു ചെറിയ കല്ലല്ല. വചനം വായിക്കുമ്പോൾ അത് ഒരു വലിയ കല്ലായിരുന്നു. 2, സാധാരണ മനുഷ്യരെടുത്തു വയ്ക്കുന്ന കല്ല് പോലെ മാനുഷിക കരങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന കല്ലല്ല ഇത്. കാരണം ഈ കല്ല് അധികാരികളാൽ
മുദ്രയിടപ്പെട്ട കല്ലാണ്. ഹല്ലേലൂയ. ഈ കല്ലിന് മാനുഷിക അഥവാ യേശുവിന് അനുകൂലമായ വ്യക്തികൾ ഈ കല്ലിൽ തൊട്ടാൽ, ഹല്ലേലൂയ, അവരുടെ പ്രാണൻ പോലും അപകടത്തിലായി തീരാൻ തക്കതായ, ഹല്ലേലൂയ, അനുഭവം ഈ കല്ലിന്റെ പിന്നിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു പകുതി വഴിയിൽ വച്ച് ശത്രുവാകുന്നവൻ ഈ പ്രതികൂല ചിന്ത ഇവരുടെ ഉള്ളത്തിൽ കടത്തിവിട്ടു എങ്കിലും, ഹല്ലേലൂയ, ഇവരുടെ പ്രയത്നം പകുതി വഴിയിൽ വച്ച് അവസാനിപ്പിച്ചിട്ട് മടങ്ങിപ്പോയില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും ആത്മീക മണ്ഡലത്തിലേക്ക് കാൽച്ചുവടുകളെ എടുത്തു വച്ചിട്ട് ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ചില പ്രതിബന്ധങ്ങൾ കടന്നു വരുമ്പോൾ, അവർ ആഗ്രഹിച്ച വിഷയത്തിന്മേൽ അവരുടെ ആഗ്രഹപ്രകാരം പല കാര്യാദികളോ നടക്കാതെ വരുമ്പോൾ വിശ്വാസ ജീവിതം പകുതി വഴിയിൽ വച്ച് അസ്തമിപ്പിച്ചിട്ട് ഇവർ മടങ്ങിപ്പോകാറുണ്ട്. അഥവാ പിന്മാറ്റ അവസ്ഥയിലേക്ക് ഇവർ കടന്നു പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ 3 സഹോദരിമാർ പകുതി വഴിയിൽ വച്ച് ഇവരുടെ വിശ്വാസ ജീവിതം അസ്തമിപ്പിക്കാതെ, ഹല്ലേലൂയ, അവർ മുൻപോട്ട് യാത്ര ചെയ്ത് ഇവരുടെ ഉള്ളിലെ ചിന്ത, ആർ നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടിക്കളയും. മത്തായി സുവിശേഷം 28-ാം അധ്യായം 2-ാം വാക്യം. ഈ സഹോദരിമാർ ഉള്ളത്തിൽ ചിന്തിച്ച്, ഒരു സൈഡിൽ ഭാരമുണ്ട്, നമ്മുടെ യാത്ര വൃഥാവായി തീരുമോ, നമ്മുടെ പ്രയത്നം പരാജയമായി തീരുമോ, നാം യേശുവിനെ കാണുവാനും യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാനും ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ചു നമ്മെ നോക്കിയ പലരും മടങ്ങിപ്പോകുമ്പോൾ നിന്റെ യാത്ര എന്തായി തീർന്നു? സഫലമായി തീർന്നോ? യേശുവിനെ കണ്ടോ? യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശിയോ? ഈ ചോദ്യ ശരങ്ങളുമായി ഇവരെ ശ്രദ്ധിക്കുന്ന, ഇവരെ ചോദ്യം ചെയ്യുന്ന പലരും വഴിയിൽ ഇരിപ്പുണ്ടായിരിക്കാം. എന്നാൽ ഇവർ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ച് യാത്ര ചെയ്ത് യേശുവിൻ്റെ കല്ലറയുടെ അടുക്കലെത്തിയപ്പോൾ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3 സഹോദരിമാരുടെ ചിന്ത, നമുക്ക് വേണ്ടി ആർ ഈ കല്ലുരുട്ടി മാറ്റും? ഒരുപക്ഷേ ഈ രാത്രികാലം ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനോ അവരുടെ ഉള്ളറയിൽ ചോദിച്ച ചോദ്യമായിരിക്കാം: ആര് എന്റെ വിഷയത്തിനൊരു പരിഹാരം നൽകൂ എന്ന്, എന്റെ വിഷയത്തിനൊരു പരിഹാരം നൽകൂ. അല്ലെങ്കിൽ ആര് വിചാരിച്ചാൽ എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം നേടിത്തരാൻ കഴിയുമെന്ന് ഹൃദയത്തിന്റെ ഉള്ളറയിൽ ചോദ്യചിഹ്നവുമായി കടന്നു വന്ന ദൈവജനത്തോട് ആത്മാവീ രാത്രികാലം പറയുന്നു: നാം ദൈവസന്നിധിയിൽ വിശ്വാസ ജീവിതം ധൈര്യത്തോടെ മുൻപിലേക്ക് യാത്ര ചെയ്യുന്നു എങ്കിൽ, നാം ഏത് വിഷയത്തിന്റെ മധ്യത്തിലായിരുന്നാലും, നാം എന്ത് വിഷയത്തിന് വേണ്ടി കാൽച്ചുവടുകൾ മുൻപിലേക്ക് എടുത്തു വച്ചാലും, പ്രൈസ് ദി ലോർഡ്, ഈ 3 സഹോദരിമാരുടെ ചിന്ത എങ്ങനെയെങ്കിലും യേശുവിൻ്റെ കല്ലറയുടെ അടുക്കലെത്തണം, എങ്ങനെയെങ്കിലും യേശുവിൻ്റെ ശവശരീരത്തിൽ സുഗന്ധവർഗം പൂശണം. ഈ രാത്രികാലം ദൈവിക പാദപീഠത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ ഒരേ ഒരു ചിന്ത:
എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണോ ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ശ്രവിപ്പാനിടയായി തീർന്നു. 10 കന്യകമാർ ഹല്ലേലൂയ ഒരേ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മണവാളൻ കടന്നു വരുന്നു എന്ന് ആർപ്പുവിളി കേൾക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനവും രഹസ്യമായും പരസ്യമായും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരേ ഒരാഗ്രഹം, ഈ ലോകത്തിൽ അല്പം നിന്ന സഹിക്കേണ്ടി വന്നാലോ, പരാജയം അനുഭവിക്കേണ്ടി വന്നാലോ, ത്യാഗം സഹിക്കേണ്ടി വന്നാലോ, കഷ്ടത അനുഭവിക്കേണ്ടി വന്നാലോ, നാം ആഗ്രഹിക്കുന്ന പല ഭൗതിക നേട്ടങ്ങളോ പല ശാരീരിക വിടുതലുകളോ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചില്ല എങ്കിലോ ഏത് വിധേനയോ സ്വർഗരാജ്യത്ത് എനിക്കൊന്ന് പ്രവേശിക്കണോ, ഈ ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ 3 സഹോദരിമാർ യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശാൻ വേണ്ടി ഒരുക്കത്തോടെ യാത്ര ചെയ്ത് അവരുടെ ഹൃദയത്തിലെ അന്തർഭാഗത്ത് ചോദ്യശരങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ദൈവത്തിന് ഇവരുടെ ഹൃദയത്തെ അറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഏത് പ്രതികൂലമാണ് ഈ 3 സഹോദരിമാരെ ഭരിച്ചത്? ഈ കല്ലറയുടെ അടുക്കൽ എത്തിയപ്പോൾ തന്നെ ഹല്ലേലൂയ മാനുഷിക കരങ്ങൾ തൊടാതെ ഒരിക്കലും കേവലം നിസാരമായ ഒരു മനുഷ്യന് എടുത്തു മാറ്റാൻ പറ്റുന്ന കല്ലല്ല ഇത്. ഹല്ലേലൂയ. ഇത് ശത്രുക്കൾ എടുത്തു വച്ച കല്ലാണ്, അല്ലെങ്കിൽ അധികാരസ്ഥന്മാർ എടുത്തു വച്ച കല്ലാണ്. ഈ കല്ല് ഹല്ലേലൂയ കേവലം മാനുഷിക കരങ്ങൾക്ക് എടുത്തു മാറ്റാൻ അസാധ്യമായിരിക്കുമ്പോൾ ഈ രാത്രികാലോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവജനത്തോട് ആത്മാ വിളിച്ചു പറയുന്നു, ഏത് വലിയ കല്ലുകളായിരുന്നാലോ, ഏത് പ്രതികൂലമായാലോ, എത്ര വലിയ അധികാരികൾ ഹല്ലേലൂയ നമ്മുടെ നന്മയുടെ മേൽ എടുത്തു വച്ച കല്ലുകളായാലോ, നമ്മുടെ ഉയർച്ചയുടെ മേൽ എടുത്തു വച്ച കല്ലുകളായാലോ, നാം പ്രാപിച്ചെടുക്കേണ്ട നന്മയുടെ മേൽ, നാം പ്രാപിച്ചെടുക്കേണ്ട അനുഗ്രഹത്തിന്മേൽ, നാം പ്രാപിച്ചെടുക്കേണ്ട ഉയർച്ചയുടെ മേൽ ഏത് അധികാരസ്ഥന്മാരാ മുദ്ര വയ്ക്കപ്പെട്ട കല്ലുകളായാലോ, നാം ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നാം ആ വിഷയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ സഹോദരിമാർ യേശുവിന്റെ കല്ലറയുടെ അടുക്കലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പ്രൈസ് ദി ലോർഡ് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഏത് പ്രതികൂല സാഹചര്യത്തിലോ ഹല്ലേലൂയ നാം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിപ്പാൻ നാം വില കൊടുക്കുന്നു എങ്കിൽ, നാം ത്യാഗം സഹിക്കുന്നു എങ്കിൽ, ഒരിക്കലും നാം പ്രതികൂലത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാതെ സ്വർഗത്തിൽ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ അവിടേക്ക് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആ കല്ലിന്മേൽ ദൈവത്തിന്റെ ദൂതൻ ഇരിപ്പുറപ്പിച്ചു. കല്ലെടുത്തു മാറ്റിയിട്ട് ദൂതൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ആത്മാവ് എന്നോട് ഇടപെട്ടത് ഇങ്ങനെയാണ്, ഈ പ്രതികൂല കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആത്മാർത്ഥമായി ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ ആരാധിച്ചാട്ട്.
ഹല്ലേലൂയ. ഇവിടെ ഇതാ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ പ്രതികൂലം എടുത്തു മാറ്റാൻ പറ്റുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതന് മാത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ യേശുവിനെ അനുഗമിച്ച പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ പിടിച്ചു കെട്ടാൻ പടയാളികൾ വന്നപ്പോൾ വാളൂരി, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ ചെവിയെ വെട്ടാൻ തൻ്റെ ഇടമുള്ളവൻ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർക്കാർക്കും യേശുവിൻ്റെ കല്ലറയുടെ വാതിൽക്കലിരുന്ന് കല്ലുരുട്ടി മാറ്റാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അങ്ങനെ മാനുഷിക കരങ്ങളാൽ ഈ കല്ല് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ യേശുവിനെ പോലെ, ഹല്ലേലൂയ, ഈ കല്ലെടുത്തു മാറ്റുന്ന വ്യക്തിയുടെയോ ജീവൻ പോകുമായിരുന്നു. ഇത് ദൈവാത്മാവ് മനസ്സിലാക്കിയിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ ഇറക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ശവശരീരം വച്ച കല്ലറയ്ക്ക് പോലും, ഹല്ലേലൂയ, കാവൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ആ ഭാഗം വായിക്കുമ്പോൾ എന്തുകൊണ്ട് യേശുവിൻ്റെ ശവശരീരത്തിന് പോലും പടയാളികൾ കാവൽ നിൽക്കുന്നു? യേശു ജീവിച്ചിരുന്നപ്പോൾ താൻ പരസ്യമായി പ്രഖ്യാപിച്ചു, ഹല്ലേലൂയ, ആര് എന്നെ കൊന്നാലും ശരി തന്നെ, ഹല്ലേലൂയ, മാനുഷിക വ്യക്തികൾക്ക് എന്നെ കല്ലറയ്ക്കകത്ത് ഒതുക്കി വയ്ക്കുവാൻ പറ്റുന്നത് ആകെ 3 ദിവസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തൻ്റെ അടുക്കൽ കടന്നു വന്ന സകല വ്യക്തിയോടും പറഞ്ഞു, ഞാൻ 3-ാം നാൾ, ഹല്ലേലൂയ, ഞാൻ എത്ര വലിയ കല്ലുരുട്ടി വച്ചിരുന്നാലും, ഏത് അധികാരികൾ മുദ്രയിടപ്പെട്ടാലും ശരി തന്നെ, ആ ശത്രുവിൻ്റെ മുദ്ര വച്ച കല്ലറയ്ക്കകത്ത് ഞാൻ ഒതുങ്ങിയിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. ആ ശവകുടീരത്തിനകത്ത് ആര് വിചാരിച്ചാലോ എന്നെ ഒതുക്കി വയ്ക്കാൻ സാധ്യമല്ല. ഞാൻ 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പടയാളികൾ പീലാത്തോസിന്റെ അടുക്കൽ കടന്നു വന്ന് ഇങ്ങനെ പറയുന്നു. 27-ാം അധ്യായം 63-ാം വാക്യം. യജമാനനെ, ആ ചതിയൻ, ഹല്ലേലൂയ, നമ്മുടെ രക്ഷകനായ യേശുവിനെ, ഹല്ലേലൂയ, ശത്രുക്കൾ കണ്ടത് ചതിയനായിട്ടാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പല ചതിയന്മാരെയും, ഹല്ലേലൂയ, നേർവഴിക്കാക്കാൻ വേണ്ടി അവസാനത്തുള്ളി ചോരവരെയോ ക്രൂശിന്മേൽ ഊറ്റിത്തന്ന ആരുമരക്ഷകനായ യേശുവിനെ, ഹല്ലേലൂയ, ശത്രുക്കൾ സംബോധന ചെയ്യുന്നത് കേവലം പീലാത്തോസിനെ വിളിക്കുന്നു യജമാനനെ. യേശുവിനെ വിളിക്കുന്നത് ആ ചതിയൻ ജീവനോടെ ഇരുന്നപ്പോൾ അവനൊരു പരസ്യ പ്രഖ്യാപനം നടത്തി, 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒരിക്കലും സാധ്യമല്ല. ഇതുവരെയും മരിച്ച്, ഹല്ലേലൂയ, ആരും സ്വയമേ ഉയർത്തെഴുന്നേറ്റ ചരിത്രമില്ല. ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്നപ്പോൾ, ഹല്ലേലൂയ, ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് ചെന്ന് ലാസറിനെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് അടുത്ത ഭാഗം ചിന്തിക്കാം. ഹല്ലേലൂയ. പക്ഷേ യേശു സ്വയമേ ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് ബോധ്യമായിട്ട്, ഹല്ലേലൂയ, പീലാത്തോസിനോട് പടയാളികൾ പറയുന്നു,
തൻ്റെ ശിഷ്യന്മാർ, വായിക്കാം, ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു, അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് യേശുവിൻ്റെ ശരീരത്തെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ജനത്തോട് പറയും. ഒടുവിലത്തെ ചതി മുൻപിലത്തേതിലും വിഷമമായി തീരും. ആകയാൽ വായിക്കാം, മൂന്നാം നാൾ വരെ ഹല്ലേലൂയ യേശുവിന്റെ ശിഷ്യന്മാർ ഈ യേശുവിന്റെ ശരീരത്തെ മോഷ്ടിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കാതിരിപ്പാൻ 3 ദിവസം യേശുവിന്റെ കല്ലറയിൽ കാവൽ നിർത്തണം. പീലാത്തോസ്, വായിക്കാം, പീലാത്തോസിനറിയാം യേശു ഒരു കാര്യം പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ അതതുപോലെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. കേവലം മാനുഷിക വ്യക്തികൾക്ക് ഈ യേശുവിൻ്റെ ഹല്ലേലൂയ ശവശരീരത്തെ മാറ്റാൻ സാധ്യമല്ല. ഇത് പീലാത്തോസിനറിയാം. പീലാത്തോസ് പറഞ്ഞു, ആകുന്നത്ര പടയാളികളെ നിങ്ങൾക്ക് തരാം. വായിക്കാം, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം. ഹല്ലേലൂയ. മനുഷ്യർക്ക് യേശുവിൻ്റെ കല്ലറയിൽ കാവൽ നിൽക്കുന്നതിനൊരു പരിധിയുണ്ടെന്ന് പീലാത്തോസിന് അറിയാം. അതുകൊണ്ടാണ് പീലാത്തോസ് വിളിച്ചു പറയുന്നു, പടയാളികളെ തരാം. ഹല്ലേലൂയ. നിങ്ങളാൽ ആവോളം കല്ലറ കാത്തുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യശാലികളായ പടയാളികൾ യേശുവിൻ്റെ കല്ലറയിൽ കാവൽ നിൽക്കുമ്പോൾ യേശു മുൻപ് പ്രഖ്യാപിച്ചതുപോലെ 3-ാം നാൾ ഹല്ലേലൂയ പടയാളികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട്, കാവൽക്കാരായ ധൈര്യശാലികളെ അമ്പരപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ കാവൽക്കാരെ മരിച്ചവരെ പോലെ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യേശു ഒരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ അതേപോലെ നിവർത്തിപ്പാൻ കഴിവുള്ളവനാണ് യേശു. ഹല്ലേലൂയ. ഒരു ദിവസം യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്തു. ഹല്ലേലൂയ. യേശു അമരത്ത് തലയണ വച്ച് നല്ല ഉറക്കം. ഹല്ലേലൂയ. ഈ പടക് മുൻപോട്ട് യാത്ര തുടരാൻ കഴിവില്ലാതെ പ്രതികൂല കാറ്റ് ഹല്ലേലൂയ ആഞ്ഞടിച്ചപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർ അങ്ങേയറ്റം പരിശ്രമിച്ചു പടകിനെ നേരെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ പറ്റാതെ മാനുഷിക കരങ്ങളാൽ പടകിനെ നിയന്ത്രിപ്പാൻ കഴിവില്ലാതെയായപ്പോൾ യേശുവിനെ അവർ തട്ടിയുണർത്തിയിട്ട് ചോദിക്കുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് ഹല്ലേലൂയ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക, അനങ്ങിപ്പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർ ഇങ്ങനെ ചോദിക്കുന്നു, അയ്യോ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര്? ഹല്ലേലൂയ. ശിഷ്യന്മാരോടൊപ്പം കൂടെ നടന്ന യേശുവിന്റെ മഹാത്മ്യം ശിഷ്യന്മാർ പോലും മനസ്സിലാക്കേണ്ടുമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതുവരെയോ തങ്ങളെ നയിച്ച യേശുവിന്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം, കാറ്റും കടലും കൂടെ
ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇത്രത്തോളം ശക്തനാണോ നമ്മോട് കൂടെയുള്ള യേശു? പലപ്പോഴും നാം യേശുവിനെ ഒരു പനി മാറ്റുന്നവനായോ, ഹല്ലേലൂയ, നമ്മുടെ ഭൗതിക നന്മകൾക്ക് കൂട്ടാളി എന്നവണ്ണോ ഒരു പരിധിയിൽ യേശുവിനെ നാം ഒതുക്കി വയ്ക്കുമ്പോൾ നമ്മുടെ പരിധിക്ക് ഒതുങ്ങുന്നവനല്ല ഞാനും നിങ്ങളെ സേവിക്കുന്നതയോ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ലോകരക്ഷകനായ യേശു. ഹല്ലേലൂയ, സർവ മഹത്വത്തിന് യോഗ്യ, സർവ പുകഴ്ചയ്ക്കു യോഗ്യ, സർവശക്തനായ ദൈവോ. കാറ്റിനെയോ കടലിനെയോ ശാന്തമാക്കാൻ കഴിവുള്ളതയോ ആ ദൈവം ഈ രാത്രികാലോ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി കളയുമെന്ന് ചോദിച്ച ആ സഹോദരിമാരുടെ വിഷയത്തിന് പരിഹാരം നൽകിയെങ്കിൽ ഈ രാത്രികാലോ ഉപവാസത്തോട് പ്രാർത്ഥനയോട് ദൈവിക പാദപീഠത്തിലായിരിക്കുന്ന സകല ജനത്തിന്റെയോ വിഷയത്തിന്മേൽ പരിഹാരം നൽകുക നമ്മുടെ അടുക്കലേക്ക് യേശു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മാനുഷിക വ്യക്തികൾ പറയാത്ത ഒരു കാര്യമാണ് ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കാണുന്നത്. ഞാനോ തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് നമ്മോട് കൂടെ ഇരിപ്പാൻ ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി കരുതുന്നത് ഒരു പരിധിയുണ്ട്. ഹല്ലേലൂയ. തലമുറകൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ആ പരിധിക്കപ്പുറമായി യേശു തന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കഷ്ടതയാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, നിന്ദയാകട്ടെ, രോഗമാകട്ടെ, പ്രതികൂലമാകട്ടെ, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലോ യേശു വിളിച്ചു പറയുന്നു, ലോക അവസാനത്തോളോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കല്ല് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഉരുട്ടി മാറ്റിയിട്ട് അതിന്മേലിരുന്നു. ഇനി ഹല്ലേലൂയ നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഈ പ്രതികൂലം തിരിഞ്ഞു വരരുത്. മാനുഷിക ഹല്ലേലൂയ കരങ്ങൾക്ക് ഹല്ലേലൂയ മാറ്റി എഴുതുവാൻ കഴിവില്ലാത്ത പല മണ്ഡലങ്ങളിലെയോ പല എഴുത്തുകളെയോ മാറ്റി എഴുതുവാൻ ദൈവാത്മാവിന് കഴിയുമെന്ന് ഈ രാത്രികാലം ദൈവജനം തിരിച്ചറിയണോ. ഏത് മണ്ഡലത്തിലോ ഇതിൽ ഒരു പ്രവൃത്തി നടക്കില്ല. ഹല്ലേലൂയ. ഇതിൽ അധികാരസ്ഥന്മാർ ഒപ്പിട്ടാൽ ആ ഒപ്പിന് മാറ്റാൻ പറ്റില്ല. ഹല്ലേലൂയ. അധികാരികൾ എടുത്തു വച്ച കല്ല്, ശത്രു എടുത്തു വച്ച കല്ല് മനുഷ്യർക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. ഈ രാത്രികാലോ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നിനക്കെതിരെ അധികാരസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ കരങ്ങൾ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാരുടെ വിധികളെ മാറ്റി എഴുതിപ്പാ കഴിവുള്ളൊരു ദൈവോ ഈ രാത്രികാലോ ഇവിടെ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. മാനുഷിക കരങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിവില്ലാത്തൊരു മണ്ഡലത്തിലേക്ക് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിവിടെ ആരാധിക്കുമ്പോൾ തന്നെ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ഏത് മണ്ഡലത്തിലായിക്കൊള്ളട്ടെ, ഉപജീവന മേഖലകളിലായിക്കൊള്ളട്ടെ, തലമുറകളുടെ വിഷയത്തിന്റെ മധ്യത്തിലായിക്കൊള്ളട്ടെ, കുടുംബനാഥന്മാരുടെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ,
ഭാര്യമാരുടെ വിഷയത്തിലായിക്കൊള്ളട്ടെ, ഏത് മണ്ഡലത്ത് ഹല്ലേലൂയ ഈ കല്ല് എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് ഈ രാത്രികാലം മാനുഷിക ദൃഷ്ടിയിൽ ചിന്തിക്കുന്ന, അസാധ്യമെന്ന് വിധി എഴുതിയിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഈ രാത്രികാലം ദൈവാത്മാവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൂത് ആരേറ്റെടുത്ത് ആരാധിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുകയാണ്. ഈ രാത്രികാലം ദിവദ ദൂരെ ആചാരാധികരേതരമൗഢ ധീരചാര ശന്തര ദിവദ. ഈ ഉപവാസം വെറുതെയല്ല, പ്രാർത്ഥന വെറുതെയല്ല, വിശ്വാസം വെറുതെയല്ല, ആരാധന വെറുതെയല്ല. ഏതെല്ലാം മണ്ഡലങ്ങള് ദൈവമഹത്വം ഇറങ്ങണമോ ആ മണ്ഡലത്തിലേക്ക് ഇതാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനുഷിക കരങ്ങൾ എടുത്തു വച്ച കല്ലുകൾ, നന്മ വെളിപ്പെടാതെ, അനുഗ്രഹം വെളിപ്പെടാതെ, വിടുതൽ വെളിപ്പെടാതെ, ഉയർച്ച വെളിപ്പെടാതെ ഒരിക്കലും ഇവൻ ഈ കല്ല് ഭേദിച്ചുകൊണ്ട് ഈ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഒരിക്കലും വരരുതെന്ന് പറഞ്ഞ് ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധന ശക്തികളുടെ മേൽ ഒരു ദൈവ പ്രവൃത്തി ഇറങ്ങി വരികയാണ്. ഒരു ദൈവിക വിടുതൽ ഇറങ്ങി വരികയാണ്. ഒരു ദൈവ മഹത്വം ഇറങ്ങി വരികയാണ്. മോശ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നപ്പോൾ അവൻ ആത്മീക കാഴ്ച കാണുവാൻ ഇടയായി തീർന്നു. ആത്മീക ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ച, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവിക ശബ്ദം നിന്റെ പിന്നിൽ കേൾക്കുവാൻ ഉപവാസത്തിന്റെ ഹോരേബോളം കടന്നു ചെല്ലണോ? ആരാധനയുടെ ഹോരേബിലേക്ക് നീ ഒന്ന് കടന്നു ചെന്നാൽ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ ഹല്ലേലൂയ, ഇതുവരെ പ്രാപിച്ചെടുക്കാത്ത പല നന്മകളും നിന്റെ ജീവിതത്തെ പ്രാപിച്ചെടുക്കുന്ന ദിനങ്ങളാക്കി മാറാൻ പോകുകയാണ്. ഇതുവരെ ഹല്ലേലൂയ ഒരിക്കലും ഈ കല്ല് എടുത്തു മാറ്റുവാൻ പറ്റില്ല. ആര് വിചാരിച്ചാലോ, എത്ര പ്രാർത്ഥിച്ചാലോ, ഏത് ദൈവദാസന്മാർ ഹല്ലേലൂയ വന്ന് ശുശ്രൂഷിച്ചാലോ ഈ കല്ല്, ഈ പ്രതികൂലം ഒരിക്കലും ആരെ കൊണ്ടും എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന പല മണ്ഡലങ്ങളിലും ഈ രാത്രികാലം വിടുതൽ വെളിപ്പെട്ടു വരികയാണ്. ദിവദൂരെ ആചാരാധികരേധര ബൗഡാരികജ ധീരചാരകലേധാരിമന ദൂരകലേധര ബൗഡാരികജ ധീരം ജാന്. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. എന്റെ പിതാവേ, അസാധ്യമെന്ന് തോന്നുന്ന പല മണ്ഡലങ്ങളിലേക്ക് എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി അസാധ്യങ്ങളെ സാധ്യമാക്കി നൽകുന്ന ഒരു ദൈവ പ്രവർത്തിക്കാൻ രോഗക്കെട്ടുകളാൽ എന്റെ കർത്താവ് നാളുകൾ കൊണ്ട് വിവിധമാകുന്ന മണ്ഡലങ്ങളെ ഹല്ലേലൂയ വിവിധ അവയവങ്ങളെ ബന്ധിച്ചൊതുക്കി വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഈ രാത്രികാലം പൂർണ്ണമായി തകരട്ടെ. രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, പ്രതികൂലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. നന്മയുടെ മേൽ ശത്രു എടുത്തു വച്ചിരിക്കുന്ന എല്ലാ കല്ലുകളും ദൈവത്തിന്റെ ദൂത് ഇറങ്ങി വന്ന് എടുത്തു മാറ്റിയതുപോലെ ദൈവത്തിന്റെ ദൂത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച അതേ ഒരു ദൈവ പ്രവർത്തിക്കായി ഹല്ലേലൂയ. പെട്ടെന്ന് മറ്റൊരു ഭാഗം കൂടെ ചിന്തിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യം. ഇവിടെ ലാസറിന്റെ ശവകുടീരത്തിന്റെ മുൻപിലിരുന്ന ഒരു കല്ല്, ഈ കല്ല് മാനുഷിക കരങ്ങൾ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന കല്ല്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അധികാരസ്ഥന്മാരാൽ മുദ്രയിടപ്പെട്ട കല്ലല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗമെല്ലാം അറിയാം. ലാസർ ദീനമായി കിടന്നു. യേശുവിനെ അറിയിച്ചു. യേശു ലാസറിന്റെ വീട്ടിൽ ചെന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു കടന്നു ചെല്ലുന്നത് ലാസർ മരിച്ചു, അടക്കി,
4 ദിവസം കഴിഞ്ഞ് നാറ്റം വമിക്കുന്ന ആ സമയത്താണ് യേശു ലാസറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാർത്തയും മറിയയും ഒരേ സ്വരത്തോടെ പറഞ്ഞു, ഗുരു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. വീണ്ടും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. ഇപ്പോഴും അങ്ങ് പിതാവിനോട് എന്ത് യാചിച്ചാലും ദൈവം നിനക്ക് നൽകിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല വിശ്വാസം. യേശു ചോദിക്കുന്നു, ലാസറിനെ വച്ചതെവിടെ? ഗുരു, വന്നു കാണുക. എല്ലാവരും കൂടെ ആരാവാരത്തോടെ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്ക് ചെന്നു. ഹല്ലേലൂയ. നേരത്തെ വിശ്വാസത്തോടുള്ള പ്രഖ്യാപനം എന്തുവാ? ഇപ്പോഴും പിതാവിനോട് അങ്ങെന്തപേക്ഷിച്ചാലും പിതാവ് നൽകിത്തരും. ഹല്ലേലൂയ. വിഷയത്തിൻ്റെ വിടുതലിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ കല്ലുരുട്ടുവീൻ എന്ന് യേശു വിളിച്ചു പ്രഖ്യാപിച്ചപ്പോൾ ലാസറിന്റെ സഹോദരി യേശുവിൻ്റെ കരത്തിൽ കയറിയൊന്ന് പിടിച്ചു. ഗുരു, 4 ദിവസമായി നാറ്റം വച്ചു. ഇനി ഈ കല്ലറ തുറന്നാൽ, ഈ കല്ലെടുത്തു മാറ്റിയാൽ ലാസറല്ല പുറത്തു വരുന്നത്. ലാസറിന്റെ ശവശരീരം ജീർണിച്ച് കൃമിച്ച ആ കൃമിയും ദുർഗന്ധവുമായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. എന്ന് ഈ മരിച്ച ലാസറിന്റെ സഹോദരിമാർ പ്രഖ്യാപിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു വിളിച്ചു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപിലത്തെ വിശ്വാസത്തോടുള്ള പ്രഖ്യാപനം. ഗുരു, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഇപ്പോഴും നീ പിതാവിനോട് എന്തപേക്ഷിച്ചാലോ അത് നിനക്ക് നൽകിത്തരും. അതിന് ശക്തനാണ് ദൈവം. കല്ലറയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ, ഹല്ലേലൂയ, വിശ്വാസം അവിശ്വാസമായി തീർന്നിട്ട് പറയുന്നു, മരിച്ചു. ഇനി ഈ കല്ലുരുട്ടി മാറ്റിയാൽ ദുർഗന്ധമായിരിക്കോ പുറത്തേക്ക് വരുന്നത് ഇല്ല. ഹല്ലേലൂയ. വിശ്വാസത്തോട് യേശു പറയുന്നത് അതുപോലെ ചെയ്താൽ ദുർഗന്ധമല്ല, ഹല്ലേലൂയ, തുടിക്കുന്ന ജീവിക്കുന്ന, ഹല്ലേലൂയ, വചനം പറയുന്നു, നിർജീവമായതിനെ ജീവിപ്പിക്കുന്ന ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഉള്ളറയിൽ കിടക്കുന്നത് നിർജീവമായ ലാസറിന്റെ ശവശരീരമാണെങ്കിൽ, ഹല്ലേലൂയ, പറഞ്ഞു, ഈ കല്ല് ഉരുട്ടി മാറ്റുവീൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ കല്ലറയുടെ വാതിൽക്കലിരിക്കുന്ന കല്ല്, ഹല്ലേലൂയ, ഒരുപക്ഷെ തൊട്ടാൽ തല പോകും. അധികാരികൾ ശത്രു എടുത്തു വച്ച കല്ല്. അതുകൊണ്ട് ഈ രാത്രികാലം വചനം വിളിച്ചു പറയുന്നു, മനുഷ്യർക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത കല്ല് ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ സ്വദൂതനെ അയച്ച് എടുത്തു മാറ്റോ. ഇനി മനുഷ്യർക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ചില കല്ലുകളുണ്ട്. ഹല്ലേലൂയ. അത് ഒരുപക്ഷെ നാം ഗ്രഹത്തിന് തടസ്സം നാം തന്നെയാണ്. നാം ചിലപ്പോഴൊക്കെ
എടുത്തു വയ്ക്കുന്ന അവിശ്വാസത്തിന്റെ കല്ല് നാം തന്നെ എടുത്തു മാറ്റണോ? ഹല്ലേലൂയ. ലാസർ പുറത്തു വരാതെ മനുഷ്യർ എടുത്തു വച്ച കല്ല്, ഹല്ലേലൂയ, യേശു പറയുന്നു എല്ലാം ഇവിടെ ഞാൻ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ കല്ലറയുടെ വാതിൽക്കൽ എല്ലാം ദൈവം പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. ഇവിടെ മനുഷ്യർക്ക് പ്രവർത്തിപ്പാൻ പറ്റുന്നത് മനുഷ്യർ പ്രവർത്തിക്കണോ? നമുക്ക് ആരാധിച്ച് വിടുതലെടുക്കുവാൻ പറ്റുന്ന വിഷയോ നാം ആരാധിച്ച് വിടുതലെടുക്കണോ? നാം പ്രാർത്ഥിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന വിടുതൽ നാം പ്രാർത്ഥിച്ച് നേടിയെടുക്കണോ? നമ്മെ കൊണ്ട് പറ്റാത്ത വിഷയോ ദൈവാത്മാവ് പറയുന്നു, വചനം പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീ, ഞാനത് തീർത്തു തരൂ. നമുക്ക് അധികം പ്രയാസമുള്ളത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുത്താൽ അതിന് പരിഹാരം ദൈവം തമ്പുരാൻ നൽകിത്തരൂ. മനുഷ്യർക്ക് പരിഹാരം വരുത്താൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. മനുഷ്യർ ക്രമീകരിക്കപ്പെടേണ്ട ഭാഗം മനുഷ്യർ ക്രമീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇൻപ ശബ്ദം കേൾപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കല്ലുരുട്ടുവീൻ. മനുഷ്യർ കല്ലുമാറ്റി. ഇനി നിർജീവമായ ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും പറ്റില്ല, ഒരു മാനുഷിക കരങ്ങൾക്കും പറ്റില്ല. ഈ ഹല്ലേലൂയ നിർജീവമായതിനെ ജീവിപ്പിക്കാൻ യേശുവിൻ്റെ ശബ്ദത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കല്ല് മാറ്റിയപ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. കയ്യും കാലും ശീലകളാൽ ചുറ്റപ്പെട്ട ലാസർ പുറത്തു വന്നു. അടുത്ത് യേശു പ്രഖ്യാപിക്കുന്നു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. കണ്ണുകടയ്ക്കാൻ ഒരു നിമിഷം ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ രാത്രികാലം നമ്മുടെ നന്മയ്ക്ക് തടസ്സമായി നാം ക്രമീകരിക്കപ്പെടേണ്ട ഭാഗം നാം ഒന്ന് ക്രമീകരിക്കുമ്പോൾ നിർജീവമായതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇൻപ ശബ്ദം മുഴങ്ങിക്കേൾക്കൂ. ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. നിർജീവമായതിനെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ നമുക്കാർക്കും സാധ്യമല്ല. അത് യേശുവിൻ്റെ ശബ്ദത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ രാത്രികാലം ഒരിക്കലും യേശു പുറത്തു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയിടപ്പെട്ട കല്ല്, യേശുവിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ അധികാരസ്ഥന്മാർ എടുത്തു വച്ച കല്ല്, ശത്രു എടുത്തു വച്ച കല്ല്, ഈ കല്ല് കേവലം മാനുഷിക കരങ്ങൾ തൊട്ടാൽ അവൻ്റെ ജീവൻ പോലും അപകടത്തിലായിത്തീരും. ആ വിഷയം ദൈവത്തിൻ്റെ കരത്തിലേൽപ്പിച്ചാൽ നാം എടുത്തു വച്ച കാല് പകുതി വഴിയിൽ വച്ച് ഈ 3 സഹോദരിമാരും അവരുടെ ഹൃദയത്തിലെ അവിശ്വാസത്തിൻ്റെ ചിന്ത നമുക്ക് വേണ്ടി ഈ കല്ല് ആരുരുട്ടിക്കളയും, ആരുരുട്ടി മാറ്റും. ഹല്ലേലൂയ. ഈ കല്ല് ഹല്ലേലൂയ മാനുഷിക കരങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന കല്ലല്ല. അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചു, ഉപവാസം അവസാനിപ്പിച്ചു, ആത്മീയ ആരാധന അവസാനിപ്പിച്ചു, വിശ്വാസ ജീവിതം അവസാനിപ്പിച്ചു. ഈ വിഷയത്തിൽ മറുപടി കിട്ടില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുകയല്ല വേണ്ടത്. ഈ പ്രതികൂല ചിന്ത ശത്രു ഉള്ളറയിലേക്ക് കൊണ്ടുവന്നാലും വിശ്വാസത്തിൻ്റെ അലയടികൾ നമ്മുടെ ആത്മീക ദൃഷ്ടിയിൽ, ആത്മീക മണ്ഡലത്തിൽ ക്രിയ ചെയ്തിട്ട് പറയണോ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി
അസാധ്യങ്ങളെ സാധ്യമാക്കി നൽകുന്ന ഒരു ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ആ വിഷയത്തിന്മേൽ ഞാൻ അവിടെ ആ വിഷയത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം നടന്നിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നിരിക്കും. നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നാം വിശ്വസ്തരാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി പ്രതികൂലങ്ങളെ എടുത്തു മാറ്റാൻ ദൈവം ശക്തനാണ്. അവൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി ഇന്നും മന്ദമായിട്ടുമില്ല. ഹല്ലേലൂയ. ഈ രാത്രികാലോ അധികാരികൾ എടുത്തു വച്ച കല്ല് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നാളുകൾ കഴിയുന്നതിനകം വച്ച് ആ വിഷയത്തിന്മേൽ ഒരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയിരിക്കുക തന്നെ ചെയ്യോ. വിശ്വാസത്തോടെ നാം ഒന്ന് പ്രഖ്യാപിക്കാമോ? ഹല്ലേലൂയ. പ്രതികൂലം മാറിപ്പോകട്ടെ, പ്രതിബന്ധം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, പരാജയങ്ങൾ വിജയമായി തീരട്ടെ, താഴ്ച ഉയർച്ചയായി തീരട്ടെ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ഇരിക്കുന്ന കല്ല് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കല്ല്, ആ വിശ്വാസത്തിന്റെ കല്ല് നാം എടുത്തു വച്ച കല്ല്, പരാജയത്തിന്റെ കല്ല് നാം എടുത്തു വച്ച കല്ല്. ഹല്ലേലൂയ. ആ പരാജയങ്ങളെ നാം മാനുഷിക ചിന്തയോടുകൂടെ ആ വിശ്വാസത്തോടുകൂടെ എടുത്തു വച്ച കല്ല് ഈ രാത്രികാലോ നാം എടുത്തു മാറ്റുമ്പോൾ നന്മ വെളിപ്പെട്ടു വരൂ, വിടുതൽ വെളിപ്പെട്ടു വരൂ, അനുഗ്രഹം വെളിപ്പെട്ടു വരൂ, ഉയർച്ച വെളിപ്പെട്ടു വരൂ, വിജയം വെളിപ്പെട്ടു വരൂ. ഹല്ലേലൂയ. നമ്മുടെ വിജയത്തിന് എതിരെ, നമ്മുടെ നന്മയ്ക്കെതിരെ, നമ്മുടെ അനുഗ്രഹത്തിനെതിരെ, നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ നാം എടുത്തു വച്ച കല്ല് നാം എടുത്തു മാറ്റുമ്പോൾ യേശു വിളിച്ചു പറയൂ, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. കെട്ടപ്പെട്ടവനായി ലാസർ ഇതാ പുറത്തു വന്നു. ഇനി യേശു പറയുന്നു, കെട്ടഴിപ്പീൻ, ഇവൻ പോകട്ടെ. ഇവന്റെ കെട്ടൊന്നഴിച്ചാൽ ഇവൻ നടക്കും, ഇവൻ പ്രവർത്തിക്കും, യേശുവിനെ അനുഗമിക്കും. പ്രിയ ദൈവജനമേ, ഈ ദേശത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന അനേകരുടെ കെട്ടുകളെ ഈ ദിവസങ്ങൾ നാം ആത്മാർത്ഥമായി ഉപവാസത്തോട് പ്രാർത്ഥനയോട് നാം ഈ കെട്ടുകളെ പൊട്ടിച്ചാൽ, ഹല്ലേലൂയ, ലാസർ പുറത്തു വന്നതുപോലെ, ലാസർ നടന്നതുപോലെ, ലാസർ യേശുവിനെ അനുഗമിച്ചതുപോലെ നാം ചിന്തിക്കാത്ത സമയത്ത്, നാം ആഗ്രഹിക്കാത്ത സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരോ വെളിപ്പെടുവാൻ ഇടയായി തീരോ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഹല്ലേലൂയ. പകൽക്കാലം ചിന്തിപ്പാനിടയായി തീർന്നു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകൾ തുറന്ന്, ചങ്ങലകൾ പൊട്ടി വീണ് കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. നമുക്കെതിരെ ശത്രു അടച്ചിരിക്കുന്ന വാതിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങൾ തുറക്കണമെങ്കിൽ നാം ആത്മാർത്ഥമായി പൗലോസും ശീലാസും ചെയ്തതുപോലെ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയപ്പെടൂ. ഹല്ലേലൂയ. മൺകുടമുടയോ, തീ കത്തു, ചങ്ങലകൾ അഴിഞ്ഞു വീഴുക ഇടയായി തീരുമാകയാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുക. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും ദൈവസഭയോടുമുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കെന്ന് ഞാൻ വിരമിക്കുന്നു. കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒരു നിമിഷം ഏൽപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന ചോദ്യത്തിന് മുൻപാകെ സ്വർഗം തന്നെ മറുപടി കൽപ്പിച്ചുകൊണ്ട്, ആമേ ദൂതൻ, ആമേ സ്തോത്രം, കല്ല് ഉരുട്ടി മാറ്റിയെങ്കിൽ
ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം വരുത്തുന്ന, നമ്മുടെ വേദനയാകുന്ന കല്ലുരുട്ടി മാറ്റുന്ന, നമ്മുടെ ഭാരമാകുന്ന കല്ലുരുട്ടി മാറ്റുന്ന സ്വർഗീയ സാന്നിധ്യം ഇന്ന് രാത്രിക്ക് നമ്മുടെ മധ്യമുണ്ട്. ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ കേട്ടതുപോലെ ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ മേൽ ആമേൻ ശത്രു വെച്ചിരിക്കുന്ന സകല കല്ലുകളും ആമേൻ ഇന്ന് രാത്രിക്കാലം അങ്ങ് ഉരുട്ടി മാറ്റണമേ എന്ന് ഒരു നിമിഷം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പോരാടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം പിന്നെയും ആമേൻ വന്നതുപോലെ മടങ്ങുകയല്ല, ദൈവിക വിടുതൽ പ്രാപിച്ചു മടങ്ങുവാൻ. ആമേൻ, ആമേൻ. അധികാര മണ്ഡലങ്ങൾ നിന്റെ മേൽ വെച്ച കല്ല്, ഈ ലോകത്തിന്റെ ശക്തികൾ നിന്റെ മേൽ വെച്ച രോഗത്തിന്റെ കല്ല്, യേശുവിന്റെ നാമത്തിൽ അടബല ഭൂടബരീകാരകത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യാകുല ചിന്തകൾ, എല്ലാ നിരാശകൾ എല്ലാം ഇന്ന് രാത്രിക്കാല് സ്വർഗം മാറ്റുന്ന രാത്രിയായി മാറട്ടെ. അടയപ്പെട്ട മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം തുറക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വരുമാന മാർഗ ശത്രു അടയ്ക്കുമ്പോ ഇന്ന് രാത്രി യേശു തുറക്കുന്ന രാത്രിയായി മാറട്ടെ. അടബല ബൗഡബല ശിഖരബ അടബല ബൗഡബല ശിഖരബ ദേബബ ബൗഡബ ചുടബല തകര കഗദ പ്രവരബ ചുടബല ദേബബ ബബരബ ചുടബല ദോരെ കരവേ രഗദേ വൈഡല ദല ദല ഉടബല ബൗഷബ ചുടബല ഈകബ രംദല ബൗഡബ ഉടബല ബല ബല ഉടകൽ കൗഡബ ചുടബല പ്രേബല ബല ബല ചുടബല ബൗഡബല ഉടബല ബൗഡബല ചുടബല ബൗഡബല ഈകബ രഗദോ റിഗദോ രഗദോ വൈഡല ദല ബല ചുടബല ബൗഡബല ദീപം പ്രഭദം ജഗദ പ്രഭദോ ഉടബല ഗദല ചുടബല ബൗഡബല ദീപല ബല ബല അംദല ബൗഡബ ചുടബല ഈക രഗദോ ബൗഡ യേശുവിന്റെ നാമത്തിൽ വചന ശുശ്രൂഷിപ്പാൻ കർത്താവ് ദാസനെ ബലപ്പെടുത്തിയല്ലോ. ആമേൻ. ദൈവദാസനെ കർത്താവ് പിന്നെയും ബലത്തോടെ നിർത്തുവാൻ, ആയിരങ്ങൾക്ക് പ്രയോജനകരമായ നിലയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുവാൻ, താൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം അധ്വാനിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ഭൃത്യന്മാരെയും കർത്താവ് ബലപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ പകലും രാത്രിയും കർത്താവ് നമ്മൾ ഹൃദയമായി സംസാരിച്ചു. കഴിഞ്ഞ രാത്രിയും കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കേൾക്കപ്പെട്ട വചനം അത് വൃതമാക്കി കളയാതെ ഹൃദയത്തിൽ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ഐ ബി ജോൺ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വൽക്കാലവും രാത്രികാലവുമായി നേരത്തോട് സംസാരിച്ച ഞങ്ങളുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ എല്ലാവരെയും ഉത്സാഹിപ്പിച്ച കൃപകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വായന സംസാരിച്ച ഞങ്ങളുടെ പ്രിയ ഭക്തനോട് ആമേൻ ഹല്ലേലൂയ കൽപ്പിച്ച നല്ല വചനങ്ങൾ അനേകർ കർത്താവെ ഹല്ലേലൂയ കേട്ട് രക്ഷാനിർണ്ണയം പ്രാപിപ്പാൻ, ആമേൻ ഹല്ലേലൂയ കർത്താവിന് അധികമായി പറ്റിച്ചേർന്നിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനെ ഒരുക്കുകയും ചെയ്യേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ആമേൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ജീവിതയാത്രകൾ അത് കരുതിക്കൊണ്ട് ആമേൻ വിശുദ്ധിയത്തിൽ നമ്മളോടെ ജീവിപ്പാനുള്ള പരിജ്ഞാനം തന്നു ഞങ്ങളെല്ലാവരും നടത്തുമാറാണ് കർത്താവെ. സകല മഹത്വം ഞാൻ തിരുമേനി കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗ സഹവാസ കൂട്ടായ്മയും നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ആമേൻ ഇപ്പോഴും ഒന്നേക്കും കർത്താവിൻ്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.